guys, welcome back to my channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്യൂട്ട് DIY സ്റ്റിക്കറാണ്. ഓക്കെ, നമ്മൾ ഇന്ന് വരയ്ക്കാൻ പോകുന്നത് ഒരു ബട്ടർഫ്ലൈനെയാണ്. നിങ്ങൾക്ക് വേറെ എന്തിനെ വേണമെങ്കിലും വരയ്ക്കാം. ഞാനിവിടെ ഒരു ക്യൂട്ട് ബട്ടർഫ്ലൈനെയാണ് വരയ്ക്കുന്നത്. ഞാനിവിടെ പെൻസിൽ വെച്ചാണ് വരച്ചത്. പേനയും വെച്ച് നന്നായിട്ട് വരയ്ക്കാൻ അറിയാവുന്നവർക്ക് പേനയും വെച്ചും വരയ്ക്കാം. അങ്ങനെ നമ്മുടെ ബട്ടർഫ്ലൈ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ബ്ലാക്ക് പെയിൻ എടുത്താണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. എന്താ സ്കെച്ച് വെച്ച് വരയ്ക്കാത്തതെന്ന് വെച്ചെങ്കിൽ സ്കെച്ചിന് ഒരു ഭയങ്കര ബ്ലാക്ക് കളറല്ല. ജെൽ പെയിനൊക്കെ ആണെങ്കിൽ നല്ല ബ്ലാക്ക് കളറായിരിക്കും. സ്കെച്ചിന് അത്ര ബ്ലാക്ക് ഇല്ല. ഔട്ട്ലൈൻ നല്ല ബ്ലാക്ക് ആണെങ്കിൽ മാത്രമേ നമ്മുടെ ബട്ടർഫ്ലൈ ബ്യൂട്ടിഫുൾ ആവത്തുള്ളൂ. നമ്മളിവിടെ ബ്ലാക്ക് ഇങ്ക് വെച്ച് ബട്ടർഫ്ലൈനെ ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി നമ്മുടെ ബട്ടർഫ്ലൈനെ കളർഫുൾ ആക്കണ്ടേ? ഞാനിവിടെ അടിച്ചത് ബ്ലൂ കളറാണ്. എൻ്റെ ഫേവററ്റ് കളർ ബ്ലൂ ആണ്. അങ്ങനെ നമ്മുടെ സ്റ്റിക്കർ ബട്ടർഫ്ലൈ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ബട്ടർഫ്ലൈനെ സിസേഴ്സും വെച്ച് മുറിച്ചെടുക്കാം. മുറിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ നെയിം സ്ലിപ്പൊക്കെ വാങ്ങിക്കുമ്പോൾ നെയിം സ്ലിപ്പ് പീൽ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ താഴെ ഇരിക്കുന്ന പേപ്പറില്ലേ, അതിലോട്ട് നമ്മുടെ ബട്ടർഫ്ലൈനെ വെക്കാം. ഇനി അതിൻ്റെ മണ്ടയിലോട്ട് നമുക്ക് സെലോ ടേപ്പ് ഒട്ടിക്കണം. ഇനി ഇതിനെ നമ്മൾ ബട്ടർഫ്ലൈനെ കൂട്ട് തന്നെ സിസേഴ്സിൽ വെച്ച് ഒന്നുകൂടെ കട്ട് ചെയ്തെടുക്കണം. ബട്ടർഫ്ലൈ മുന്നുപോകാതെ കെയർഫുള്ളായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ ബട്ടർഫ്ലൈനെ കട്ട് ചെയ്തെടുത്തപ്പോൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ സ്റ്റിക്കർ ബട്ടർഫ്ലൈ റെഡിയായി. നമ്മുടെ ഈ സ്റ്റിക്കർ ബട്ടർഫ്ലൈനെ നമുക്ക് ബാഗിലും ബുക്കിലും ബോക്സിലും വാട്ടർ ബോട്ടിലും ഒക്കെ ഒട്ടിച്ച് വെക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് പീൽ ചെയ്ത് കളയണം. എന്നിട്ട് അതിനെ നമുക്ക് ബുക്കിലൊട്ടിച്ച് വെക്കാം. അങ്ങനെ നമ്മുടെ സ്റ്റിക്കർ ബട്ടർഫ്ലൈ റെഡിയായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്നാൽ ശരി, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.